ഇത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ എഡിറ്റ് ചെയ്തിടുന്നത്. ആരും എന്നോട് കെറിയിക്കല്ലേ. അപ്പം പിന്നെ എല്ലാവർക്കും സുഖമാണല്ലോ. എൻ്റെ ചോറ് പോയത് കണ്ടോ അന്ന്. എനിക്കിതുപോലൊരു സങ്കടമില്ലായിരുന്നു. ചോറ് ഇത് ആദ്യമായിട്ടാണ്, ഈ 3 വർഷത്തിനുള്ളിൽ ആദ്യമായിട്ടാണ് കേട്ടോ ചോറ് എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നത്. ഇഞ്ചിക്കറി എൻ്റെ കയ്യിൽ നിന്ന് 2 വട്ടം, എൻ്റെ കാലയിൽ കൂടെ 2 വട്ടം വീണിട്ടുണ്ട്. കാല് പൊള്ളിയിട്ടുമുണ്ട്, നല്ല പൊള്ളിയിട്ടുണ്ട് കാല്. അപ്പോൾ അന്ന് അധികം വന്ന കറികളാണ് ദേ ഈ ഇരിക്കുന്നതല്ല. ഇഞ്ചിക്കറി ഒഴികെ ബാക്കി എല്ലാ കറിയും ഓരോരുത്തർക്ക് ഞാൻ കോരി കൊടുത്തു കേട്ടോ. ഇവിടെ അങ്ങനെയാണ്. എൻ്റെ സാമ്പാറിനും പുളിശ്ശേരിക്കും ഇവിടെ ഭയങ്കര പിടിച്ചുപറിയാണ് കേട്ടോ. ഇവിടെ എപ്പോഴും എല്ലാവരും പറയും, ചേച്ചി സാമ്പാറും പുളിശ്ശേരി അടിപൊളിയാണെന്ന് പറയും. അറിയത്തില്ല എന്ത് ചെയ്യാനാന്ന് പറയാം. അപ്പോഴത്തേക്ക് അതെല്ലാം ഞാൻ ഓരോരുത്തർക്കൊക്കെ കൊടുത്തു കേട്ടോ. മുകളിൽ നിന്ന് ഞാൻ കുറച്ച് ചോറ് ഞാൻ കോരിയെടുത്ത്, എന്ന് വെച്ചാൽ എല്ലാം കൂടെ വാരിക്കൊണ്ട് കളയാൻ എനിക്ക് മനസ്സനുവദിച്ചില്ല. സത്യത്തിൽ ഈ ചോറ് വീഴുന്നതിൻ്റെ ആ തലേ ദിവസം നമ്മൾ ഈ വലിയ അടുപ്പുണ്ടല്ലോ, അതിനകത്താണ് ചോറ് വെക്കുന്നത്. അതിനകത്തുനിന്ന് ചോറ് ഊറ്റിക്കൊണ്ട് വരുന്ന വഴിക്ക് കയ്യിൽ നിന്ന് കലം അങ്ങ് തെന്നി. അന്ന് എന്തോ ദൈവഭാഗ്യം കൊണ്ട് ഒന്നും പറ്റിയില്ല. ഞാൻ പെട്ടെന്ന് പിടിച്ചെന്തോ ദൈവം കാത്തെന്ന് വേണം പറയാൻ. ഞായറാഴ്ചയാണ് ഈ സംഭവം. സത്യത്തിൽ രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് ഊണ് വെക്കണമെന്നേ ഇല്ല. ഊണ് വെക്കണോ വെക്കണ്ടെന്നായിരുന്നു എൻ്റെ മനസ്സ് പറഞ്ഞു. പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ച് അങ്ങ് വെക്കാം, 10 പൈസ കിട്ടുന്നതല്ലേ, വെക്കാമെന്നും പറഞ്ഞ് അങ്ങ് വെച്ചതാണ്. അപ്പോഴിങ്ങനൊരു പണിയും കിട്ടി കേട്ടോ. എന്തോ പറയാനാണ്, എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമായിപ്പോയി. ഒരിക്കലും ഇങ്ങനൊരു എന്തോ പറയാനാ, കറികൾ ഒരുപാട് അധികം വന്ന് എനിക്ക് തോന്നുന്നു ഒരു 10-15 പേരുടെ ഊണോളം പോയി, ചോറ് പോയി കയ്യിൽ നിന്ന്. പിന്നെ ഒരുപാട് പേര് വന്നിട്ട് തിരിച്ചു പോയപ്പോൾ ചോദിച്ചു എന്തോ പറ്റിയാൽ. പിന്നെ അവരോടൊക്കെ പറഞ്ഞു ഇതുപോലെ ചോറ് ഒത്തിരി മറിഞ്ഞു പോയി, അതാണെന്നൊക്കെ പറയാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് ഒരുപാട് ദൂരം നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വരികയാണ്. ഈ ഭാഗത്ത് ഇവിടെ മാത്രമേ ഉള്ളൂ ഞായറാഴ്ച കച്ചവടം. പിന്നെ ബോർഡൊക്കെ ഞാൻ നേരത്തെ അകത്ത് വെച്ച് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ആൾക്കാർ വരുന്നവർ ബോർഡ് കണ്ടിട്ട് വണ്ടി നിർത്തപ്പോൾ ഇവിടെ ഊണില്ല പറഞ്ഞ് എന്നോട് ചോദിക്കും, പിന്നെ ഈ സാധനം എന്തിനടുത്ത് റോഡിൻ്റെ നടുക്ക് വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കും. അങ്ങനെ തന്നെ ചോദിക്കും കേട്ടോ. നേരത്തെയൊക്കെ നമുക്ക് 12 മണിയാകുമ്പോൾ ഊണ് തീർന്ന ദിവസങ്ങളുണ്ട്. 12 മണിക്ക് 1 മണിക്കൊക്കെ ആൾക്കാർ ഉണ്ണാൻ വരുമ്പോൾ അവരെ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഊണ് തീർന്നെന്നും പറഞ്ഞ്. ചിലപ്പോൾ ഒരുപാട് ദൂരം നിന്നൊക്കെ ആൾക്കാർ ഇവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നവരുണ്ട്. ഇവിടെ വരുമ്പോൾ സത്യം പറഞ്ഞാൽ എത്ര പേരെന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ടെന്നറിയാമോ, നിങ്ങളെന്തോ ഉരിയ അരിയിട്ടാണോ ചോറ് വെക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട്. എന്തായാലും ഇപ്പം ഊണുമില്ല, ഒന്നുമില്ല. ഇപ്പം 5 കിലോ അരിയിട്ട് ചോറ് വെച്ച് കഴിഞ്ഞാൽ വലിയ പാടുപെട്ട 5 കിലോ അരിയുടെ ചോറ് പോകുന്നത്. ആ ഒരു അവസ്ഥയെ. എൻ്റെ വിറക് മൊത്തം നനഞ്ഞിരിക്കുകയാണ് കേട്ടോ. കാരണം നമ്മൾ ഷെയ്ഡിൻ്റെ അടിയിലാണ് വിറക് അടുക്കിയിരിക്കുന്നത്. അവിടെ ഷെയ്ഡിൽ കൂടെ വെള്ളം വീഴും വിറകിൽ. ടാർപ്പ കെട്ടിയിട്ടുണ്ട്, പക്ഷെ എന്നാലും വെള്ളം വീഴും കേട്ടോ. അങ്ങനെ പിന്നെ ഇങ്ങനെ പറക്കി വെച്ചാൽ രാവിലെ ആകുമ്പോഴത്തേക്ക് ഇത് ചൂട് കൊണ്ട് ഉണങ്ങിയിരിക്കും. പിന്നെ അങ്ങനെയാണ് ഞാൻ തീ കത്തിക്കുന്നത് കേട്ടോ. ഈ ഇരിക്കുന്ന വേസ്റ്റാണ്, പശുവിന് കൊടുക്കാനുള്ള വേസ്റ്റാണ് കേട്ടോ. രാധാമണി അമ്മ വന്ന് വേസ്റ്റ് എടുത്തുകൊണ്ട് പോകും. അങ്ങനെ പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഒരുപാട് പേര് ചോദിക്കുന്ന, ചേച്ചി എന്താ ലൈവിൽ വരാത്ത, ലൈവിൽ വാ, അപ്പോൾ ഒരുപാട് പെട്ടെന്ന് ചേച്ചിക്ക് പൈസയൊക്കെ കിട്ടും, ചേച്ചിയുടെ കഷ്ടപ്പാടൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലൈവിൽ വരാൻ എനിക്ക് താല്പര്യമില്ല മക്കളെ, അതാണ് വരാത്തത്. നമ്മൾ ലൈവിലൊക്കെ വന്നിരിക്കുമ്പോൾ എല്ലാവരുടെയും മൈൻഡ് ഒരുപോലെയല്ല. പല ആൾക്കാരും പലതും ഓരോന്നൊക്കെ നമുക്ക് കമൻറ്റ് പറയും. അപ്പോൾ അതൊരു മോശമാണ്. എൻ്റെ മക്കളും ഭർത്താവും എൻ്റെ മക്കളെ കൂട്ടുകാരും എൻ്റെ ബന്ധുക്കളൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനകത്ത് ആരെങ്കിലും ഒരാൾ വന്ന് എന്തെങ്കിലും മോശമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ അതോടെ തീരും, എൻ്റെ എനർജി എല്ലാം പോവും. അതുകൊണ്ട് നമ്മളായിട്ട് എന്തിനാണ് ഒരാൾക്കൊരു അവസരം കൊടുക്കുന്നത്? അതുകൊണ്ട് ഞാൻ ലൈവിൽ വരുമെന്നും പറഞ്ഞ് ആരും പ്രതീക്ഷിച്ചിരിക്കരുത്, ഞാൻ വരത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ 2 കലത്തിനകത്താണ് ചോറ് വെക്കുന്നത് കേട്ടോ. കാരണം വലിയ കലത്തിനകത്ത് ആദ്യം ഞാൻ ചോറ് വെച്ചിട്ട് ഒരു വേവാകുമ്പോഴത്തേന് അതിനകത്ത് എല്ലാം കൂടെ കൊള്ളത്തില്ല. പിന്നെ ഞാൻ കുറച്ച് ഈ ചെറിയ കലത്തിനകത്തും കൂടെ കോരി മാറ്റി വെക്കും. പിന്നെ വലിയ കലത്തിനകത്ത് ചോറ് വേവിച്ചിട്ട് ഊറ്റിയിട്ട് മറ്റേ ചെറിയ കലം എടുത്ത് അടുപ്പി വെക്കും. അങ്ങനെയാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. വലിയ അണ്ടാവിനകത്ത് ചോറ് വെച്ചുകൊണ്ടിരുന്ന ഞാനാണ് ഇപ്പം ചെറിയ കലത്തിനകത്തായി ചോറ് വെപ്പ്. എന്തോ ചെയ്യാനാ, ഇപ്പം നമുക്ക് പാഴ്സൽ കുറവാണ്, അതാണ് ഇപ്പം മെയിൻ പ്രശ്നം. കഴിക്കാൻ നമുക്ക് വരുന്ന സ്ഥിരം ആൾക്കാർ തന്നെ ഇപ്പോഴും, അന്ന് പണ്ട് വരുന്നവർ തന്നെ ഇപ്പോഴും വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ കാടിവെള്ളം കുടിക്കുന്ന 2 കക്ഷികളാണ് ദേ ഇവിടെ നിന്ന് ഈ പോച്ചയൊക്കെ തിന്നുന്നത് കേട്ടോ. വൈകിട്ടാകുമ്പോൾ ഭയങ്കര മഴ. മക്കളെ അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഞാനല്ല എന്നോട് അപ്പുറത്തെ അമ്മയാണ് പറഞ്ഞ് നാളെ 1-ാം തീയതിയാണെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, എല്ലാം അടിച്ചു വാരി ഞാനങ്ങോട്ട് തുടപ്പ് തുടങ്ങി. രാത്രിയായി. രാത്രി തുടച്ചും കഴിയൊക്കെ നിന്നപ്പോൾ മോൻ്റെ കോളേജിൽ നിന്ന് എല്ലാവരും കൂടെ, പിള്ളേരും മോനും എല്ലാവരും കൂടെ കൂടി വീഡിയോ കോൾ വിളിച്ച്. പിന്നെ അവരുടെ പുറകെ പോയി 1-1.5 മണിക്കൂർ. അങ്ങനെ പിന്നെ എന്തായാലും കുളിച്ച് തുടപ്പും തൂപ്പും എല്ലാം കഴിഞ്ഞ് കുളിച്ച് കിടന്നപ്പോൾ ഏകദേശം ഒരു 11 മണിയായി കേട്ടോ. പിന്നെ തുടപ്പെല്ലാം കഴിഞ്ഞിട്ട് അടുക്കള കഴുകിക്കൊണ്ട് നിൽക്കുമായിരുന്നു ഞാൻ. അടുക്കള കഴുകിയ വഴിക്ക് എൻ്റെ കൈ തട്ടി ചോറെല്ലാം കൂടെ താഴെ വീണ്. അത്താഴത്തിൻ്റെ ചോറായിരുന്നു, മൊത്തം താഴെ പോയി. പിന്നെ ഞങ്ങൾ 2 പൊറോട്ട വാങ്ങിച്ച് കഴിച്ച്
പോയി നിന്ന്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് അയക്കാൻ മറക്കരുതേ.